നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു ഡിസൈനർ സാരി എന്ന് പറയാം. നമ്മുടെ വിചിത്ര സിൽക്കാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു ഡെയിലി വെയർ സാരി, സിമ്പിൾ കം ഡെയിലി വെയർ. ഞാൻ ഹാൻഡ്ലൂം കോട്ടൺ കാണിക്കാൻ വേണ്ടി കുറേ സാരി എടുത്ത് വെച്ചാൽ അപ്പം എൻ്റെ കൊച്ചുങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസമല്ലേ ഹാൻഡ്ലൂം കോട്ടൺ കാണിച്ചത്, ഇന്നിപ്പോൾ വേറെ ടീച്ചേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഹാൻഡ്ലൂം കോട്ടൺ ആണല്ലോ. സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ ഹാൻഡ്ലൂം കോട്ടൺ അടുത്ത ദിവസം തന്നെ കാണിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതല്ലേ ഉള്ളൂ എന്നോർത്ത് പിന്നെ ഫംഗ്ഷൻ വെയർ സാരി എല്ലാം കാണിക്കണമെന്നുണ്ട്. 24 മണിക്കൂർ പോരാ, എപ്പോഴും ഈ അവലാതിയും പരാതിയുള്ളൂ അല്ലേ. ഇത് ആദ്യത്തെ സാരി. ഈ സാരി ഉടുത്താണ് ഞാൻ നിന്ന് കാണിക്കുന്ന സാരി. ഇതിൻ്റെ കൂടെ വൈറ്റ് ബ്ലൗസ്, ഇതിൻ്റെ കൂടെ പെയറായിട്ട് ബ്ലൗസ് വരുന്നുണ്ട് ഹക്കോബയുടെ. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഹക്കോബയുടെ ബ്ലൗസ് കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ട് ഇത് പലരുടെയും കൈ വൈറ്റ് ബ്ലൗസ് കാണും. ഞാനിപ്പോൾ ഇട്ട് കാണിച്ച വൈറ്റ് ബ്ലൗസ് തന്നെ എല്ലാവരുടെയും കൈ കാണും. അത് ഇട്ടാലും ഒരു ഏകദേശം ഞാനത് തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അത് ഇട്ടത്. ചെറിയ സെൽഫ് പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ഒരു ഹക്കോബ ഫീലുണ്ട്. ഇത് തയ്ച്ചാലും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് വെച്ച് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതെന്നാണേലും ഫ്രീയാ. ഇത് മാത്രമായിട്ട് തരാമോ എന്ന് ചിലർ ചോദിക്കും കേട്ടോ. ബ്ലൗസ് മാത്രമായിട്ട് ഇങ്ങനെ തരാമോ, അല്ലെങ്കിൽ സാരി മാത്രമായിട്ട് ഇങ്ങനെ തരാമോ. രണ്ടിനും കൂടെ ഒന്നിച്ചാണ് നമുക്ക് വരുന്നത്. നമുക്കതുകൊണ്ട് ഇത് 1 മീറ്റർ മേളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1 മീറ്റർ എന്തായാലും ഉണ്ട്. ഇതാണ് വിചിത്ര സിൽക്കിൽ ഇങ്ങനെ ഒരു ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഒരു സിമ്പിൾ വെയർ ആയിട്ടുള്ള ഒരു സാരി ഉണ്ടോ. ആ വൈറ്റും പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഈ സാരിയാണ്. ഈ സാരിയുടെ കൂടെ ചുമ്മാ ഒരു വൈറ്റ് മുത്തുമാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്പെഷ്യൽ ലുക്ക് തോന്നിക്കും. അല്ലാതെ വേണേലും പോവാം അല്ലേ. എങ്ങനെയുണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. ഞാൻ ഇനി അത് കളേഴ്സ് കാണിക്കാം. കളേഴ്സ് മാത്രം കാണിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. സാരി അതായത് ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക്, അതിനും ബ്ലൗസ് സെയിം. എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഇത് തന്നെ. അപ്പോൾ ബ്ലൗസ് എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ല, ഒരു ബ്ലൗസ് തന്നെയാണ് എല്ലാത്തിനും. ഒനിയൻ പിങ്ക് ബഡ്ജറ്റ് റേറ്റേ ഉള്ളൂ. അത് നമുക്ക് നോക്കിയാലുണ്ടല്ലോ. എന്നാന്ന് വെച്ചാൽ ഹക്കോബ മീറ്റർ എടുക്കുമ്പോൾ എത്ര രൂപ വിലയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക്. അടുത്ത കളറിൻ്റെ ലാവണ്ടർ, ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ്, അതിനും വൈറ്റ് ഹക്കോബ. ഏതിനും ചേരും. ഹക്കോബയ്ക്ക് അറിയാം, നമുക്ക് മീറ്ററിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഇത് നല്ല കോട്ടണിലാണ് ഹക്കോബ ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, കട്ട് വർക്ക് ചെയ്ത പോലെ. ഡെയിലി ഓഫീസ് വെയർ ആയിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാ. ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ് ഉണ്ടോ, ടീൽ ബ്ലൂവിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ്. നമുക്ക് ചോദിക്കാം. റാണി പിങ്ക് എന്തോ മെറൂൺ എന്നോ പറയാം കേട്ടോ. രണ്ട് കറക്റ്റ് മെറൂൺ എന്നും പറയാൻ പറ്റത്തില്ല, കറക്റ്റ് റാണി പിങ്ക് എന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഞാൻ ഓർത്തത് എനിക്ക് ഇച്ചിരി കളർഫുൾ ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കളർഫുള്ളും ഇഷ്ടമാണ്, പേസ്റ്റൽ കളറും ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും മെറൂൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലോ എന്നോർത്ത ഞാൻ ഇതിനെ ഒഴിവാക്കി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇച്ചിരി കളർഫുള്ളൊക്കെ ആയിട്ടിരിക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബെഡ്ഷീറ്റ് അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഇച്ചിരി കളർഫുൾ ആയിട്ടിരിക്കുന്നത്. ലൈറ്റ് ആയിരിക്കണം പക്ഷെ കളർഫുൾ ആയിട്ടിരിക്കണം. ഇതെന്നാ കളറാ, മെറൂൺ. മെറൂൺ എൻ്റെ പൊന്നേ, എല്ലാം അടിച്ചു പോയോ, മെമ്മറിയിൽ അടിച്ചു പോയോ. എപ്പോഴും ഇതറിയത്തില്ലാത്ത കളർ. ഇത് വിചിത്ര സിൽക്ക് അറിയാമല്ലോ. വിചിത്ര സിൽക്കിനെ പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതെങ്കിലും ഞാൻ പറയാം. വിചിത്ര സിൽക്ക് വളരെ ചീപ്പ് റേറ്റിലും കിട്ടുന്നതുകൊണ്ട് വിചിത്ര സിൽക്കിൻ്റെ നല്ല ഇത് സ്റ്റഫിന് ഇച്ചിരി ഒരു ഗ്ലോ കൂടുതലും കട്ടി കൂടുതലും പിന്നെ ഉള്ളിത്തൊലി പോലെ ഇരിക്കുന്നതും ഉണ്ട്. അതിന് വില ഭയങ്കര കുറവാണ്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ മുറുക്കൊന്നും പിടിച്ചിങ്ങനെ ഒന്ന് വെച്ചാൽ അത് കീറിപ്പോരും. അങ്ങനത്തെ അല്ലാത്തതുകൊണ്ട് എല്ലാം ഒന്നാണെന്ന് വിചാരിക്കരുത്. ഒന്ന് കാണിച്ചല്ലേ, അല്ല ഒന്ന് കാണിച്ചാൽ നോക്കട്ടെ. ഏതായാലും നമ്പർ ഉണ്ടല്ലോ അല്ലേ. റിപ്പീറ്റ് അടിച്ച് വരുമോ, റിപ്പീറ്റ് അടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇത് കാണിച്ചാണോ ഒനിയൻ്റെ ഡാർക്ക് കാണിച്ചല്ലേ ഫസ്റ്റിലേ. ചിലപ്പോൾ ഈ കെട്ടിനകത്ത് അങ്ങനെ വരുള്ളൂ, ചിലതിൻ്റെ പീസുകൾ വേറെ കാണാം. പിസ്ത നല്ല കളറുകളാണ് കേട്ടോ. പിസ്ത കളർ നല്ല രസമല്ലേ, ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ കട്ട് ചെയ്തേ.
ഇനി കുറച്ച് കുർത്തി സെറ്റ് കാണിക്കാവേ, അല്ല സോറി ചുരിദാർ സെറ്റ് കാണിക്കാവേ. നല്ല മെൽക്കോട്ടണിൽ ഇപ്പം എല്ലായിടത്തും ട്രെൻഡായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഈ ഒരു വൈറ്റിൽ വേറെ കോൺട്രാസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഇതിൻ്റെ കുർത്തീസ് ഇറങ്ങുന്നുണ്ട്, ചുരിദാർ സെറ്റ് ഇറങ്ങുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് നല്ല എന്നാ പറയുക, നല്ല നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോട്ടൺ, നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്. കോട്ടൺ മിക്സ് കാര്യങ്ങളൊന്നുമില്ല. അതിന് ഷോളിൻ്റെ അതായത് ദുപ്പട്ടയുടെ സൈഡിലും ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്, നെക്ക് പോർഷനിലും ലേസ് വർക്ക് ചെയ്ത് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാതെ വെറുതെ കോട്ടൺ മാത്രമല്ല, അതിൽ കുറച്ച് ഡിസൈൻ വർക്കും കൂടെ ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പം വൈറ്റിൽ നല്ല പീക്കോക്ക് ബ്ലൂ, നല്ല ഭംഗിയാണ്, നല്ല എടുപ്പാണ്. ദൂരെ നിന്നാണേലും അടുത്ത് വന്നിട്ടാണേലും കാണാൻ നല്ല സ്റ്റാൻഡേർഡാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇടാനും പറ്റും. ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവർക്കും കണ്ടാൽ. ഇതിൻ്റെ കുർത്തീസ് ഇറങ്ങുന്നതിന് വൻ ഡിമാൻഡാണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട, ബോട്ടം വരുന്നത് വൈറ്റ്, പ്യുവർ വൈറ്റ്. ടോപ്പയിലാണ് ഈ പ്രിൻറ്റ്, ഷോളെ നിറച്ചും പ്രിൻറ്റ്, ടോപ്പയിൽ അവിടെ പ്രിൻറ്റ്. ഇതിപ്പോൾ അതിൻ്റെ തന്നെ പിങ്ക് അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിലെന്ന് പറയണ്ട, വാടാമുല്ല കളർ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ബ്ലൂ, പിങ്ക്, അങ്ങനെ 4 കളറിലാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയാണ്, ഇടാനാണ് ഏറ്റവും സുഖം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലൈനിങ് മേടിച്ച് ഇതിന് ഇടണം. ഏറ്റവും കുറഞ്ഞ ലൈനിങ്, ചിലർ ഏറ്റവും കുറഞ്ഞ ലൈനിങ് വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ കോട്ടൻ്റെ തുണിയാണ്. കോട്ടൻ്റെ തുണിയാകുമ്പോൾ നമ്മൾ തുണിയുടെ വിലയ്ക്കനുസരിച്ച് ലൈനിങ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് പിന്നീട് അത് നമുക്ക് ലൈനിങ് ചുരുങ്ങുന്ന കൂടെ, അല്ലെങ്കിൽ ലൈനിങ്ങിൽ നിന്ന് കളർ ഇളകുന്ന കൂടെ വൈറ്റും കൂടെ ആയതുകൊണ്ട് ബട്ടർ ഷിഫോണിൻ്റെ ഒക്കെ ലൈനിങ് ഇടുന്നതായിരിക്കും നല്ലത്. വൈറ്റും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയും സൂക്ഷ്മം പോലെ ഇരിക്കും. പിന്നീട് അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കംഫർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറയുന്നത്. കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇതിപ്പോൾ വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോ, 3 കളർ ഇപ്പോൾ കണ്ടു. ബ്ലൂ കണ്ടു, പിങ്ക് കണ്ടു. പിങ്ക് എന്ന് പറഞ്ഞാൽ വാടാമുല്ല ഷെയ്ഡ്. പിന്നെ ഇതിപ്പോൾ മസ്റ്റാർഡ് യെല്ലോ ആണ്. നമുക്കിഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം. ആ ദുപ്പട്ടയുടെ സൈഡിൽ കൂടെ ചെറിയ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വീതിക്കുള്ള ലേസ് വർക്കല്ല, നെക്ക് പോർഷൻ നെക്ക് പോർഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് ഇടുകയും ചെയ്യാം. ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും നല്ല ഭംഗിയാണ്, കംഫർട്ടാണ്, സ്റ്റാൻഡേർഡാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇതിനെ പുകഴ്ത്തി പറയാൻ കുട്ടി? മൽക്കോട്ടൺ പോലെ തന്നെ സോഫ്റ്റാണ്. മൽക്കോട്ടൺ അല്ല, നല്ല പ്യുവർ കോട്ടൺ ആണ്. അപ്പം നിങ്ങൾ തയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി വണ്ണം കൂട്ടിയിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്, ഒരു 1/2 ഇഞ്ചോളം. കാരണം നല്ല പ്യുവർ കോട്ടൺ ആകുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊരു ഇത് വരും, ചെറുതായിട്ടൊക്കെ ഒന്ന് അറിയാമല്ലോ. പ്യുവർ കോട്ടൺ മിക്സ് ഇല്ലാത്തത് കൊണ്ട്, അതായത് പോളിസ്റ്റർ മിക്സ് ഇല്ലാത്തത് കൊണ്ട്. ഇതിപ്പോൾ വന്നിട്ട് പീച്ച് ബോഡിയെ വരുന്ന കളർ എന്ന് പറയുന്നത് പീച്ച്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട എല്ലാം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഷോളെ നിറച്ചും പ്രിൻ്റാണേ. ഇതിപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാം. ഇത് ഭയങ്കര ട്രെൻഡായിട്ട് ഇപ്പം ആൾക്കാർ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്കും പറ്റും. നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട്, ഫംഗ്ഷന് പോലും ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ചോദിക്കും. നല്ല പേളുമാലയൊക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ ഗെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എന്നിട്ട് വീണ്ടും റിപ്പീറ്റഡായിട്ട് അതൊന്നും കൂടെ കാണിക്കാം. പീച്ച് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കളറ് പറയാൻ വിട്ടുപോയി, ഗ്രീൻ, ഒലീവ് ഗ്രീനും കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 5 ഷെയ്ഡാന്ന് തോന്നുന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ കുർത്തീസ് ഇറങ്ങുന്നുണ്ട്. കുർത്തീസിനൊക്കെ എപ്പോൾ വന്നാലും ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ഇത്. ഒലീവ് ഗ്രീൻ്റെ ഷെയ്ഡാണ് ഇത്തേ കൂടെ പോയിരിക്കുന്നത്. ഈ ഒരു ഐറ്റത്തെ പ്രിൻ്റായിട്ട് പോയിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ? താഴത്തെ ലേസ് വരുമ്പം, ദുപ്പട്ടയുടെ താഴത്തെ ലേസ് വരുമ്പം ഇത്തിരി കൂടി വലിയ ലേസാണ്. സൈഡിലത്തെ ലേസ് വരുമ്പോൾ കുഞ്ഞി ഒരു ലേസ് അങ്ങനെ ഇരിക്കും. ഇഷ്ടമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.